നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറയുകയാണ്. ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ കസ്റ്റഡി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കും. അത് റോജി എം ജോണാണ് അവതരിപ്പിക്കുന്നത്. സഭയിലെ ദൃശ്യങ്ങളാണ്. രമേശ് ചെന്നിത്തല സംസാരിക്കുന്നുണ്ട്. ഒന്ന് കേട്ടുവരാം. സർ, ഇതില് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊതുവെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ മൊത്തം ചെലവായ സംഖ്യ എത്രയാണെന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായ കണക്കില്ല. അത് പിന്നീട് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാം എത്രയാണെന്നുള്ളത്. എന്നാൽ മിതമായ നിരക്കിൽ തന്നെ കാര്യങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ സേവനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ നല്ല വേഗതയിൽ തന്നെ പരിഹരിച്ചു പോവുകയാണ്. നല്ല കഴിവിലേക്ക് കെ ഫോൺ ഉയർന്നു വരികയുമാണ്. ശ്രീ എൻ ഷംസുദ്ദീൻ സർ, 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് 1500 കോടി രൂപ മുടക്കി 2017 സർ ഈ കെ ഫോൺ സംവിധാനം വന്നത്. അന്ന് പറഞ്ഞത് 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ്. അതിൻ്റെ 10-1 പോലും കണക്ഷൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല. സർ, 30,000 സർക്കാർ ഓഫീസുകളിൽ ഈ സംവിധാനം ഉണ്ടാവുന്ന പറഞ്ഞത്. സർ, സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇന്റർനെറ്റ് സേവനത്തിൽ ഉണ്ടാകുന്ന വേഗതക്കുറവും തടസ്സവും മൂലം മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിന്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് സർക്കാരിന്റെ വിശദീകരണം? ബഹുമാനപ്പെട്ട CM. സർ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ചില പ്രചരണങ്ങൾ സ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും. നമ്മൾ അതിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല. യഥാർത്ഥത്തിൽ നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി അതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മേഖല അത് വലിയ തോതിൽ സ്വകാര്യ മേഖല ഇടപെടുന്നൊരു രംഗമാണ്. അവരുമായുള്ള ഒരു മത്സരം സാധാരണഗതിയിൽ ഒരുപാട് മറ്റു പ്രചരണങ്ങൾക്ക് വഴിവെക്കും. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വേഗത കുറവോ ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ